നല്ല അത്തറിന്റെ മണമുള്ള അത്തറുകാരന്റെ കഥ കേട്ടാലോ? സൂറത്തിലെ ബിൽമോറയിൽ ജീവിക്കാൻ വേണ്ടി മൈലാഞ്ചി ട്യൂബ് വിൽക്കുന്ന ഒരു ഉമ്മയുടെയും തന്റെ വെല്ലിപ്പായുടെ അത്തറിന്റെ കടയിൽ ജോലിയെടുക്കുന്ന ഒരു ഉപ്പയുടെയും മകൻ. അവൻ ആസ്മ കാരണം 5ാം ക്ലാസ്സിൽ തന്നെ പഠനം നിർത്തി. പക്ഷെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള അവൻ ഫോർമൽ എഡ്യൂക്കേഷനിൽ മുന്നോട്ട് പോകാതെ കമ്പ്യൂട്ടറും മൊബൈൽ റിപ്പയറിങ്ങും അതുപോലെ വെബ് ഡിസൈനിങ് ഒക്കെ പഠിച്ചു. മൊബൈൽ റിപ്പയറിംഗിൽ ജോലി ചെയ്യുന്ന സമയത്താണ് അമ്മാവൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ അവനോട് പറഞ്ഞത്. പഠനം കഴിഞ്ഞപ്പോൾ അവന് തോന്നി മൊബൈൽ ആക്സസറീസും ടീഷർട്ടും ഒക്കെ ഓൺലൈനിലൂടെ സെല്ല് ചെയ്താലോ എന്ന്. അങ്ങനെ അവൻ ഒരു ഓൺലൈൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ അവൻ ഡ്രോപ്പ് ഷിപ്പിംഗും സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ രണ്ടും പരാജയപ്പെട്ടു. ആ പരാജയങ്ങളിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ട് അവൻ ഒരുപാട് റിസർച്ച് നടത്തി തന്റെ ജീവിതത്തിന്റെ ഭാഗമായ പെർഫ്യൂം ബിസിനസ്സിൽ ഒരു അവസരം കണ്ടെത്തി. ആദ്യം കിട്ടിയ 20 ഓർഡറിൽ നിന്നായിരുന്നു തുടക്കം. അവിടെ നിന്ന് ഇന്ന് 50 കോടി റവന്യൂയിലേക്കും ഇന്ത്യയിലും ദുബായിലും അടക്കം 35 ഔട്ട്ലെറ്റുകളിലേക്കാണ് അതെത്തിയത്. ഷാർക്ക് ടാങ്ക് ഇന്ത്യ സീസൺ 3ൽ 1 കോടി ഫണ്ടിംഗ് നേടിയ ഗുണ്ട ഓഫ് ദ പെർഫ്യൂം ഇൻഡസ്ട്രി എന്നറിയപ്പെടുന്ന ആദിൽ ഖാദ്രിയുടെ കഥയാണിത്. വഴിയരികിൽ അത്തർ വിൽക്കുന്ന ഒരുപാട് പേരെ നാം കണ്ടിട്ടുണ്ട്. കുറഞ്ഞ വിലക്കും വലിയ വിലക്കും പാർട്ട് ടൈം ആയിട്ട് അത്തർ വിൽപ്പന നടത്തുന്നവരെയും നാം കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും ഇതൊരു പ്രചോദനമാകട്ടെ. വിജയികൾ ഒരിക്കലും വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്നില്ല, കാര്യങ്ങളെ അവർ വ്യത്യസ്തമായി ചെയ്യുകയാണ് ചെയ്യുന്നത്. കൂടുതൽ ബിസിനസ് സംബന്ധമായ വീഡിയോകൾക്കായി ഫോളോ ചെയ്യൂ.